നമസ്കാരം. ലോകത്തെ പറ്റിക്കുന്ന കാര്യത്തിൽ ചൈനയ്ക്ക് ഇത്തിരി മിടുക്ക് കൂടുതലാണ്. ചൈനയെക്കുറിച്ച് ലോകമെങ്ങുമുള്ള ഏറ്റവും വലിയ പരാതി പല ചൈനീസ് ഉൽപ്പന്നങ്ങളും ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റുകളാണെന്നാണ്. രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ കാര്യത്തിലും ചൈന ചതി ഒരുക്കി വെക്കാറുണ്ട്. രഹസ്യമായി ചൈന തന്റെ സൈനിക ശക്തി കൂട്ടുന്നെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ അമേരിക്ക ഇപ്പോൾ ചൈനയുടെ ഒരു രഹസ്യം കൈയോടെ പൊക്കിയിരിക്കുകയാണ്. അതായത് ചൈന നിർമ്മിച്ച പുതിയ ആണവ അന്തർവാഹിനി മുങ്ങിപ്പോയതായാണ് പുറത്തു വരുന്ന വിവരം. എന്നാൽ ഇക്കാര്യം പുറം ലോകം അറിയാതിരിക്കാൻ ചൈന പരമാവധി ശ്രമം നടത്തിയിരുന്നു. പക്ഷെ ചൈനയുടെ ശ്രമമെല്ലാം പാളിപ്പോയി. അമേരിക്കയിലെ പ്രതിരോധ ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഉപഗ്രഹ ചിത്രങ്ങൾ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വുഹാൻ നഗരത്തിനടുത്തുള്ള ഒരു കപ്പൽശാലയിൽ നിർമ്മിച്ച ഷൗ ക്ലാസിൽപ്പെട്ട അന്തർവാഹിനിയാണ് ഈ വർഷം ആദ്യം മുങ്ങിപ്പോയത്. എക്സ് ആകൃതിയിൽ രൂപകൽപ്പന ചെയ്ത കപ്പൽ സാങ്കേതികമായി ഏറെ മുന്നിലാണെന്നായിരുന്നു ചൈനയുടെ അവകാശവാദം. എന്നാൽ തകർച്ചയുടെ കാരണം എന്താണെന്നോ ആ സമയത്ത് ആണവ ഇന്ധനം കപ്പലിൽ ഉണ്ടായിരുന്നോ എന്നൊന്നും വ്യക്തമല്ല. ഇത്തരം അപകടങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ എത്തുന്നത് തടയാൻ ചൈന ശ്രമിക്കുന്നത് ഇതാദ്യമായല്ല. ചൈനീസ് കപ്പൽശാലകളുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പതിവായി നിരീക്ഷിക്കുന്ന സെന്റർ ഫോർ എ ന്യൂ അമേരിക്കൻ സെക്യൂരിറ്റിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ടോം ഷുഗാർട്ടാണ് അപകടം ആദ്യം ശ്രദ്ധിച്ചത്. സാധാരണയായി അന്തർവാഹിനികൾ കമ്മീഷൻ ചെയ്താൽ കാലങ്ങളോളം കപ്പൽശാലയിൽ ഉണ്ടാകും. എന്നാൽ പുതിയ ആണവ അന്തർവാഹിനിയുടെ കാര്യത്തിൽ ഇതുണ്ടായില്ല. സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ചൈനയ്ക്ക് വൻ തിരിച്ചടിയാണ് US ഉദ്യോഗസ്ഥന്റെ ഈ കണ്ടെത്തലെന്ന് പറയാം. ചൈനയുടെ പ്രതിരോധ മേഖല അഴിമതിക്കുള്ളിൽ മുങ്ങി താഴുകയാണെന്ന ആക്ഷേപങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. അതിനു പിന്നാലെയാണ് അന്തർവാഹിനിയുടെ മുങ്ങലെന്ന് എടുത്തു പറയണം. ചൈനീസ് ഉപകരണങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ചൈനയുടെ കള്ളത്തരങ്ങൾ നേരത്തെയും വെളിയിലായിട്ടുണ്ട്. വെള്ളച്ചാട്ടം വരെ കാണിച്ച ആളുകളെ പറ്റിച്ച ചരിത്രം ചൈനയ്ക്കുണ്ട്. അതാണ് ചങ്കിലെ ചൈന. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയതെന്ന് ചൈന വീമ്പ് പറഞ്ഞിരുന്ന യുന്തായ് വെള്ളച്ചാട്ടത്തിൽ വെള്ളം എത്തിക്കുന്നത് പൈപ്പിട്ടാണെന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. യുന്തായ് മലമുകളിൽ കയറിയ ഒരു വിനോദസഞ്ചാരിയാണ് ചൈനീസ് അധികൃതരുടെ തട്ടിപ്പ് പൊളിച്ചത്. പാറ തുറന്ന് സ്ഥാപിച്ച പൈപ്പിന്റെ ഒരു ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വീഡിയോ ഇദ്ദേഹം പുറത്തുവിട്ടതോടെ കാര്യങ്ങൾ ചൈനയുടെ കൈവിട്ടുപോയി. ഇതോടെയാണ് ഹെനാൻ പ്രവിശ്യയിലെ സിനീക് പാർക്ക് നടത്തിപ്പുകാർ സംഭവം സത്യമാണെന്ന് സമ്മതിച്ചത്. സഞ്ചാരികളെ നിരാശപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിയാണ് പൈപ്പിട്ട് വെള്ളമടിച്ചതെന്നായിരുന്നു ചൈനയുടെ വാദം. വളരെ ദൂരെ നിന്ന് വരുന്ന ആളുകൾ വെള്ളച്ചാട്ടം കാണാതെ മടങ്ങേണ്ടി വരുന്നതിലുള്ള വിഷമം കൊണ്ടാണത്രേ ഇങ്ങനെ ചെയ്തത്. യുന്തായ് മലനിരകളുടെ ഭംഗി കാത്തുസൂക്ഷിക്കുന്നതിൽ വെള്ളച്ചാട്ടത്തിനുള്ള പങ്ക് കൂടി കണക്കിലെടുത്താണ് ചെറിയൊരു കൃത്രിമത്വം കാട്ടേണ്ടി വന്നതെന്നും അധികൃതർ പറയുന്നുണ്ട്. ഈ വെള്ളച്ചാട്ടം യുനെസ്കോ ഗ്ലോബൽ ജിയോ പാർക്കായ യുന്തായ് മൗണ്ടൻ ജിയോ പാർക്കിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദശലക്ഷക്കണക്കിന് സന്ദർശകർ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്. കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാനാവാത്ത രാജ്യമായി മാറുകയാണ് ചൈന. എന്തായാലും ചൈനയുടെ കള്ളത്തരമൊന്നും ഇനി അധികകാലം മൂടിവെക്കാൻ സാധിക്കില്ല. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.